ഇംഗ്ലണ്ടിലെ സസെക്സ് തീരത്ത് പ്രവാസി സമൂഹത്തെയും യുകെ നിവാസികളെയും ഒന്നാകെ കണ്ണീരണിയിച്ച അതിദാരുണമായ ദുരന്തം വെസ്റ്റ് സസെക്സിലെ ഷോഹാം ബൈ സീ കടൽത്തീരത്ത് നീന്താനിറങ്ങിയ ഫലസ്തീൻ അഭയാർത്ഥിയും ഭാര്യയും കൗമാരക്കാരിയായ മകളും മുങ്ങി മരിച്ചു. ലബനനിലെ റഷീദിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ബ്രിട്ടനിലേക്ക് എത്തിയ ഹുസാം അൽ ഖവാസ്, അദ്ദേഹത്തിന്റെ ഭാര്യ സൈന അലിയാൻ, ഇവരുടെ മൂത്ത മകൾ സാറ എന്നിവരാണ് കടലിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടത്. ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകളായ സജ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ മരണത്തോട് പോരാടുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ലോകത്തെമ്പാടുമുള്ള പ്രവാസികളെ ഞെട്ടിച്ച ക്രൂരമായ ദുരന്തം സംഭവിച്ചത്. ബ്രിട്ടനിലെ വേനൽക്കാല അവധി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഷോർഹാം തുറമുഖത്തിന് സമീപമുള്ള തീരപ്രദേശത്ത് ടെന്റടിച്ച് ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഈ കുടുംബം. ഉച്ചയ്ക്ക് 3 മണിയോടെ കടൽക്ഷോഭവും ശക്തമായ തിരമാലകളും നിലനിൽക്കെയാണ് കുടുംബം ഒന്നാകെ സമുദ്രത്തിൽ നീന്താനായി ഇറങ്ങിയത്. എന്നാൽ അപ്രതീക്ഷിതമായി കടലിലെ അടിത്തട്ടിലെ ഒഴുക്കിലും മീൻപിടുത്ത വലയിലും പെട്ടിവർ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കുട്ടികളിൽ ഒരാൾ മീൻപിടുത്ത വലയിൽ കുടുങ്ങിയതോടെയാണ് വലിയ ദുരന്തത്തിന് തുടക്കമായതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. ഇത് കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അച്ഛനും അമ്മയും മൂത്ത മകളും കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോവുകയായിരുന്നു. കരയിലുണ്ടായിരുന്ന ഒരു പ്രാദേശിക മീൻപിടുത്തക്കാരൻ കുട്ടികളിൽ ഒരാളെ വെള്ളത്തിൽ നിന്നും വലിച്ച് കരയ്ക്ക് കയറ്റിയ ശേഷമാണ് അപകട വിവരം അടിയന്തര രക്ഷാസേനയെ അറിയിച്ചത്. തീരത്തുനിന്നും വിവരമറിഞ്ഞ ഉടൻ വമ്പൻ രക്ഷാപ്രവർത്തനം നടന്നു. എയർ ആംബുലൻസുകളും റോഡ് ആംബുലൻസുകളും RNLAയുടെ ലൈഫ് ബോട്ട് സംഘങ്ങളും കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററുകളും മിനിറ്റുകൾക്കകം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. വലിയ തിരമാലകളെ വെട്ടിച്ച് ലൈഫ് ബോട്ടുകൾ നടത്തിയ തെരച്ചിലാണ് 4 പേരെയും വെള്ളത്തിൽ നിന്നും കണ്ടെത്തി പുറത്തെടുത്തത്. എന്നാൽ അത്യാധുനിക മെഡിക്കൽ സംഘം സർവ്വസന്നാഹങ്ങളോടെയും പരമാവധി പരിശ്രമിച്ചെങ്കിലും മാതാപിതാക്കളുടെയും മൂത്ത മകളുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഗുരുതരാവസ്ഥയിലായ ഇളയ പെൺകുട്ടിയെ ഉടനടി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. യുകെയിലെ ഫലസ്തീനിയൻ ഫോറം ഈ ദുരന്തത്തിൽ കടുത്ത അനുശോചനം രേഖപ്പെടുത്തി രംഗത്തു വന്നു. സ്വദേശത്തു നിന്നും ജീവനും കൊണ്ടോടി ലെബനനിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഷ്ടപ്പെട്ട് ഒടുവിൽ യുകെയിലെത്തിയ ഒരു കുടുംബത്തിന് നേരിട്ട ഈ ദാരുണാന്ത്യം ഇവരെയും നൊമ്പരപ്പെടുത്തുകയാണ്. ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടുന്ന കൊച്ചു പെൺകുട്ടിയുടെ പൂർണ്ണമായ രോഗമുക്തിക്കായി പ്രാർത്ഥിക്കുന്നതായി ഫോറം അറിയിച്ചു. കൂടാതെ ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്തുന്നതിനും മരണാനന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രവാസി സമൂഹം ഒന്നടങ്കം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി സസെക്സ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ഇംഗ്ലണ്ടിലെ സമുദ്രങ്ങളിൽ നീന്താനിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകി. പുറത്ത് ചൂടാണെങ്കിലും കടൽവെള്ളത്തിലെ കടുത്ത തണുപ്പും പ്രവചനാതീതമായ അടിത്തട്ടിലെ ഒഴുക്കുകളും മനുഷ്യ ശരീരത്തെ പെട്ടെന്ന് തളർത്തുമെന്നും ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടൽത്തീരങ്ങളിൽ എന്തായാലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് പ്രാദേശിക നിവാസികൾ, UK നിവാസികളും എല്ലാവരും. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.